നമസ്കാരം. TRVക്ക് ശുക്രദശ വെടിഞ്ഞത്ത് ചാകര സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടേതാണ് ആ തീരുമാനം. നമ്മുടെ പ്രിയപ്പെട്ട MSC കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറയുന്നത് പോലെ യുദ്ധം നമുക്ക് താങ്ങാനാവാത്ത ദുരിതങ്ങൾ നൽകുന്നുണ്ട് ലോക സമൂഹത്തിന്. MSCയുടെ പുതിയ തീരുമാനം നമുക്കെന്തെങ്കിലും പ്രയോജനം ചെയ്യുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ട വിഷയം. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC ടു ഓഫ്ലോഡ് ഓൾ കാർഗോ ബൗണ്ട് ഫോർ ഗൾഫ് അറ്റ് നിയറസ്റ്റ് സേഫ് പോർട്ട്. ഗൾഫിലെ മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള കാർഗോ തൊട്ടടുത്ത നിയറസ്റ്റ് സേഫ് പോർട്ടിൽ ഡിസ്ചാർജ് ചെയ്യാൻ MSC തീരുമാനിച്ചു. റോയിട്ടേഴ്സിന്റെ ആണ് റിപ്പോർട്ട്, അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടാണ്. എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് തൊട്ടടുത്തുള്ളത് തീർച്ചയായിട്ടും മുണ്ട്രയുണ്ട്, JNPT ഉണ്ട്. ആ രണ്ട് പോർട്ടുകളാണ് ഏറ്റവും അടുത്ത് വരുന്നത്. പക്ഷേ ആഫ്രിക്ക ചുറ്റി വരുന്ന ഒരു കപ്പൽ അല്ലെങ്കിൽ സുയസ് കനാൽ കടന്നു വരുന്ന ഒരു കപ്പലാണെങ്കിൽ, സുയസിലും സംശയമാണ് ഇനി സുയസിന്റെ യാത്ര മുന്നോട്ട് പോകാൻ സാധ്യതയില്ല കുറെ നാളത്തേക്കെങ്കിലും. അപ്പോൾ ആഫ്രിക്ക ചുറ്റി വരുന്ന കപ്പലുകളാണെങ്കിൽ ഏറ്റവും അടുത്ത് TRV ആണ്. MSCയുടെ ഏറ്റവും വലിയ കപ്പലുകൾ അടക്കം ബർത്ത് ചെയ്യാൻ പറ്റുന്ന തുറമുഖം TRV ആണ്. തീർച്ചയായിട്ടും കൊളംബോ ഒരു ഓപ്ഷൻ തന്നെയാണ്, കൊളംബോയും ഹമ്പൻടോട്ടയും ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ മിഡിൽ ഈസ്റ്റിലോട്ട് പോകാൻ TRV ആണ് ഈ പറയുന്നവയിൽ ഏറ്റവും അനുകൂലമായി നിൽക്കുന്നത് എന്നുള്ളിടത്ത് പുതിയ ചില സാധ്യതകൾ നമ്മൾ നിർദ്ദേശിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചത് മനസ്സിലാക്കുകയാണ്. എങ്ങനെയാണ് TRVയിൽ ഇറക്കി വെച്ചാൽ ഇത് എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിൽ എത്തുക? ഏറ്റവും കൂടുതൽ ചോക്ക് പോയിന്റ് ആയിട്ടുള്ള ഹോർമോസ് സ്ട്രെയിറ്റ് തുറക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ അപകടം പതിയിരിക്കുമ്പോൾ പിന്നെ എന്താണ് മാർഗം? നമ്മുടെ മുമ്പിലുള്ള 2-3 സാധ്യതകൾ. സുയസ് കനാൽ വഴി പോകാമെങ്കിൽ TRVന്ന് നേരെ ജദ്ദ, കിങ് അബ്ദുള്ള പോർട്ട്, രണ്ടിടത്തു നിന്ന് നമുക്ക് സർവീസ് ഉണ്ടായിട്ടുണ്ട്. നേരെ സുയസ് വഴി തന്നെ പോകാം. അവിടെയും തടയപ്പെടുകയാണെങ്കിൽ പിന്നെ നമുക്കുള്ള സാധ്യത TRVയിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന കാർഗോ നേരെ കെനിയയിലെ മൊംബാസ, നമുക്ക് ഡയറക്റ്റ് ആഫ്രിക്കയിൽ നിന്നാണ്, കെനിയയിലെ മൊംബാസ വഴി അവിടെ നിന്ന് ട്രെയിൻ അല്ലെങ്കിൽ ട്രക്ക് സുഡാൻ, എത്യോപ്യ, ജദ്ദ, സുയസ് ക്രോസ് ചെയ്ത് ജദ്ദയിൽ നിന്ന് പിന്നെ എല്ലാ ഗൾഫ് കൺട്രീസിലോട്ടും പോകാൻ എളുപ്പമാണ്. ഒന്നുകിൽ ആ മാർഗം സ്വീകരിക്കാം, TRV മൊംബാസ, സുഡാൻ, ഈജിപ്റ്റ്, ജദ്ദ. അല്ലെങ്കിൽ TRV ദാറുൽ സലാം, കുറച്ചുകൂടി എളുപ്പം അതായിരിക്കും. കാരണം അദാനി ഗ്രൂപ്പ് തന്നെയാണ് ദാറുൽ സലാമിൽ ഒരു ടെർമിനൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. TRV ദാറുൽ സലാം, ടാൻസാനിയ, സുഡാൻ, ജദ്ദ. എങ്ങനെയെങ്കിലും ജദ്ദയിൽ എത്തിക്കുക എന്നുള്ളതാണ്. 3 മാർഗമുണ്ട്. സുയസ് കനാൽ വഴി പോകാം, ഇല്ലെങ്കിൽ സുയസ് കനാല് ഹൂതികളുടെ ആക്രമണം നമ്മൾ ഈ സമയത്ത് പ്രതീക്ഷിക്കണം. അപ്പോ TRVക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന, TRVക്ക് മാത്രമെന്നല്ല, TRVക്ക് ഇപ്പൊ തന്നെ ബന്ധങ്ങളുള്ള മൊംബാസയും ദാറുൽ സലാമും വഴി ആഫ്രിക്കയില് റോഡ് മാർഗം അല്ലെങ്കിൽ റെയിൽ മാർഗം. കാരണം ഇനി വളരെ അത്യാവശ്യമാണ് കാർഗോ എന്ത് വിലയ്ക്കും മിഡിൽ ഈസ്റ്റിൽ എത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം യുദ്ധം നീണ്ടുപോയാൽ ഭക്ഷണ സാധനങ്ങൾക്കും മറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ആ സാഹചര്യത്തിൽ TRVക്ക് വലിയ സേവനം ഗൾഫ് രാജ്യങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇങ്ങനെ ഒരു റൂട്ടിനെ കുറിച്ച് വളരെ ഗൗരവമായി നമ്മൾ പഠിക്കുകയും, MSCക്ക് ഇതൊന്നും അണ്ണാങ്കുഞ്ഞിനെ മരം കയറാൻ പഠിപ്പിക്കണ്ടല്ലോ, അവർക്കിതൊക്കെ അറിയാം. എന്നാലും നമ്മുടെ കൊച്ചു ബുദ്ധിയിൽ വരുന്ന കാര്യങ്ങൾ അവരോടുകൂടി നമുക്ക് ഉണർത്തിക്കാം. ഇതിന്റെ സാഹചര്യം അവർ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന സേഫ് ആയിട്ടുള്ള ഒരു പോർട്ടിൽ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറയുന്നത്? The move known as an end of voyage, ഒരു യാത്ര സമാപിക്കുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടാണ് an end of voyage declaration also applies to empty containers. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് കപ്പൽ കമ്പനികൾ തീരുമാനമെടുക്കുന്നത്, സേഫ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനിൽ ഡിസ്ചാർജ് ചെയ്യുക. The move known as an end of voyage declaration also applies to empty containers that have been released for loading with cargo and are intended for export
to the ports in Gulf. അങ്ങോട്ടുള്ള കാർഗോയ്ക്ക് പുറമെ എം ടി കണ്ടെയ്നേഴ്സ് കൊടുക്കുന്നതിനാണ്, അവിടെ നിന്നുള്ള തിരിച്ചുള്ള എക്സ്പോർട്ട് എടുക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവയ്ക്കെല്ലാം ഒരു എൻഡ് ഓഫ് വോയേജ് അവസാനിക്കുന്ന തരത്തിൽ TRVയിൽ ഈ പറയുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഡെസ്റ്റിനേഷൻ നിലയ്ക്ക് MSCക്ക് കാർഗോ ഇത് മുഴുവൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. പരമാവധി 24 മണിക്കൂർ 48 മണിക്കൂറാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ചാൽ ഈ സമയത്ത് നമ്മുടെ ഗൾഫിലെ സഹോദരങ്ങളെ നമുക്ക് സഹായിക്കാൻ കഴിയും. MSC കുറച്ച് വ്യവസ്ഥകൾ കൂടി വെച്ചിട്ടുണ്ട് ഇതിന്. കസ്റ്റമേഴ്സ് വിൽ അസ്യൂം റെസ്പോൺസിബിലിറ്റി ഫോർ ദ കണ്ടെയ്നർ അറ്റ് ദ ഡിസ്ചാർജ് പോർട്ട്. TRVയിൽ ഈ കണ്ടെയ്നർ ഇറക്കി വെക്കുന്നുണ്ടെങ്കിൽ ഷിപ്പേഴ്സ്, ആരാണോ ഷിപ്പേഴ്സ് ചരക്ക് അയച്ചത് അല്ലെങ്കിൽ ഇവിടുത്തെ കൺസൈനി, അവർക്ക് ഇത് പിന്നെ അവരുടെ ഉത്തരവാദിത്വമാണ്. ഇവിടെ നിന്ന് ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുക അല്ലെങ്കിൽ ഇവിടെ നിന്ന് ട്രാൻസ്ഷിപ്പ് ചെയ്ത് എടുക്കുക എന്നൊക്കെയുള്ള ഉത്തരവാദിത്വം അവർക്കാണുള്ളത്. ദാറ്റ് മീൻസ് ഷിപ്പേഴ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ഫൈൻഡിങ് ഓൾട്ടർനേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് പേയിങ് ലോക്കൽ പോർട്ട് ഫീസ്. ആരാണോ ചരക്ക് ഇറക്കുമതി ചെയ്തത് അവരുടെ ഉത്തരവാദിത്വമാണ് TRVക്ക് നൽകേണ്ട ഫീസ്, അല്ലെങ്കിൽ എവിടെയാണോ ഡിസ്ചാർജ് ചെയ്യുന്ന പോർട്ട് അവിടെ നൽകേണ്ട ഫീസും പിന്നെ അവിടെ നിന്ന് റീറൂട്ട് ചെയ്യേണ്ടത് ഏത് മാർഗത്തിലാണ്, കപ്പൽ, ട്രെയിൻ, ട്രക്ക്, ഏത് മാർഗമാണോ ആ മാർഗത്തിലൂടെയൊക്കെ കൊണ്ടുപോകേണ്ടത്. ഈ പുതിയ സാഹചര്യത്തിൽ ഫോഴ്സ് മെജോർ എന്ന് പറയും. യുദ്ധം പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള പ്രത്യേക സന്ദർഭങ്ങളിൽ ഇത്തരം ക്ലോസുകൾ കപ്പൽ കമ്പനികൾക്ക് മാത്രമല്ല എല്ലാ കരാറുകൾക്കും ഇത്തരം വ്യവസ്ഥകൾ ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ MSCയുടെ ഏറ്റവും നല്ല ഒരു പോർട്ടായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കൊരു 2000 മീറ്റർ ബർത്ത് ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. എന്തായാലും നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഈ ഗൾഫ് യുദ്ധ സമയത്ത് നമ്മുടെ സഹോദരങ്ങളെ, ഗൾഫ് നാടുകളെ സഹായിക്കേണ്ട കടമ നമുക്ക് ഏറ്റെടുക്കാം. ആഫ്രിക്ക വഴിയെങ്കിലും ചരക്ക് ഗൾഫ് നാടുകളിലേക്ക് ഈ ചരക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ സന്ദർഭത്തിൽ തന്നെ പറയേണ്ട ഒരു ട്രാക്കത്തോണാണ് നമ്മുടെ അഡ്വാൻറ്റേജ്, TRVയുടെ അഡ്വാൻറ്റേജ് ആവർത്തിച്ച് നമ്മളല്ലാതെ ലോകത്തിൽ മറ്റൊരാൾ പോലും പറയില്ല എന്നുള്ളിടത്ത് ഒരു കണ്ടെയ്നർ പേര് വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരാൾ അയച്ചു തന്നതാണ്. തായ്ലൻഡിലെ ലാം ചബാങ് നമുക്ക് നേരിട്ട് സർവീസ് ഇവിടെ ഉണ്ട്. ലാം ചബാങ്, അത് കഴിഞ്ഞ് പോർട്ട്ക്ലാങ്ങിൽ ട്രാൻസ്ഷിപ്മെന്റ്, തൂത്തുക്കുടി 31 ദിവസം. നമ്മുടെ ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പോയി GSL നിങ്ബോ TRV ലാം ചബാങ് 6 ദിവസമാണ്, 7 ദിവസം എന്ന് പറയാം. 7 ദിവസത്തിന്റെ സ്ഥാനത്താണ് ഇവിടെ 31 ദിവസം. ഈ സമയത്ത് നമ്മൾ ഇത് ആവർത്തിച്ചു പറയണം. TRV നൽകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് ആവർത്തിച്ച് നമ്മുടെ നാട്ടുകാരോടും ലോകത്തോടും പറഞ്ഞുകൊണ്ടേയിരിക്കണം.